ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്, ഞാൻ ബിനോയ്. എല്ലാവർക്കും ബിനോയ്സ് തോട്ടിലേക്ക് സ്വാഗതം. ഭാവിയിൽ വളരെ വളർച്ചാ സാധ്യതയുള്ള ഒരു സെക്ടറാണ് സെമി കണ്ടക്ടർ ഇൻഡസ്ട്രി. ആക്ച്വലി സെമി കണ്ടക്ടർ ഇൻഡസ്ട്രിയിൽ സെമി കണ്ടക്ടർ മാനുഫാക്ചറിങ് കമ്പനീസ് വളരെ കുറവാണ്. ഇന്ത്യയിൽ ഇല്ല എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷേ സെമി കണ്ടക്ടറിനോട് ബന്ധപ്പെട്ടിട്ടുള്ള പല കമ്പനീസും സെമി കണ്ടക്ടറിന് ഫസ്റ്റ് ന്യൂസ് വന്നപ്പോൾ തന്നെ ഒരുപാട് കയറിപ്പോയി. അതിൽ നിന്നും ചില സ്റ്റോക്സ് ഒക്കെ നല്ല രീതിയിൽ കറക്റ്റ് ചെയ്ത് താഴെ വന്നിട്ടുണ്ട്. ഇപ്പോഴും വാങ്ങാൻ പറ്റിയ സിറ്റുവേഷൻ അല്ല, കുറച്ചും കൂടെ കറക്ഷൻ വന്നേക്കാം. എന്നാലും നമ്മൾ ഗവൺമെൻറ് റീസെൻ്റ്ലി എടുത്ത കുറച്ച് സ്റ്റെപ്സും കുറച്ച് അനൗൺസ്മെൻറ്റ്സും വെച്ച് നോക്കുകയാണെങ്കിൽ ഈ ഒരു സെക്ടറിൽ ഏത് കമ്പനിയാണോ സെമി കണ്ടക്ടർ മാനുഫാക്ചറിങ് ഫെസിലിറ്റി തുടങ്ങാൻ പോകുന്നത് ആ കമ്പനിക്ക് വൻ സാധ്യതയായിരിക്കും ഇന്ത്യയിൽ കിട്ടാൻ പോകുന്നത്. അങ്ങനെ നോക്കുകയാണെങ്കിൽ നമുക്ക് വാച്ച് ലിസ്റ്റ് വെക്കാൻ പറ്റിയ ഒരു സ്റ്റോക്കാണ് കെയ്ൻസ് ടെക്നോളജീസ് ലിമിറ്റഡ് സ്റ്റോക്ക്. ഫണ്ടമെന്റൽ വൈസ് നോക്കുകയാണെങ്കിൽ പി റേഷ്യോ അങ്ങനെയൊക്കെ നോക്കുകയാണെങ്കിൽ കുറച്ച് ഹൈലി പ്രൈസ്ഡ് ആണ് ഈ ഒരു കമ്പനി. പക്ഷെ അതിൻ്റെ ഭാവിയിൽ ചിലപ്പം സെമി കണ്ടക്ടർ മാനുഫാക്ചറിങ്ങിലേക്ക് കടക്കാവുന്ന ഏക ഒരു കമ്പനി കെയ്ൻസ് ടെക്നോളജി ഇന്ത്യ എന്ന കമ്പനിയാണ്. നിങ്ങളെ റഡാറിൽ വെക്കാം. ഇതിൽ 2025 നല്ല രീതിയിൽ സ്റ്റോക്ക് കയറിപ്പോയത്. അവിടുന്ന് മാർച്ച് 2025 സെബിൻ്റെ ഒരു അന്വേഷണ പ്രകാരം ഇൻസൈഡർ ട്രേഡിംഗ് നടന്നിട്ടുണ്ടെന്ന് പറഞ്ഞത് കെയ്ൻസ് ടെക്നോളജി MD രമേശ് കുഞ്ഞിക്കണ്ണിൻ്റെ മേലെ ഇൻസൈഡ് ട്രേഡിങ്ങിന് മേലെ സെബി ഷോക്ക് കോസ്റ്റ് നോട്ടീസ് അയച്ചിരുന്നു. അവിടെ നിന്നും തുടങ്ങിയ അടിയാണ് ഈ സ്റ്റോക്ക്. അതിൻ്റെ ഇയർ ഹൈ 7705 രൂപ വരെ പോയ സ്റ്റോക്കാണ്. 10 രൂപ ഫേസ് വാല്യൂ ആണ്. ഈ ഒരു ന്യൂസ് വന്നതിന് ശേഷം അത് കണ്ടിന്യൂസ് ആയിട്ട് അടിച്ചു. അത് അവിടെ നിന്ന് പകുതിയിലും താഴെയാണ് ഇപ്പോൾ സ്റ്റോക്ക് ട്രേഡ് ചെയ്യുന്നത്. 3336 രൂപയാണ് സ്റ്റോക്കിന് ഇപ്പോഴത്തെ പ്രൈസ്. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കാണുന്ന കമ്പനി പോസിറ്റീവ് ന്യൂസും അതുപോലെ തന്നെ നിലവിലുള്ള കമ്പനി നെഗറ്റീവും കൂടെ ഞാൻ ഈ വീഡിയോയിൽ പറയാണ്. സോ ഈ ഒരു എൻട്രി പോയിന്റ് ഇതാണെന്ന് ചോദിച്ചാൽ കുറച്ചും കൂടി വെയിറ്റ് ചെയ്യുക. താഴെ വന്നാൽ നിങ്ങൾക്ക് എൻട്രി ചെയ്യാൻ പറ്റാവുന്ന സ്റ്റോക്കാണ് കെയ്ൻസ് ടെക്നോളജി ഫോർ ലോങ് ടേം പേർപ്പസ്. പ്രസന്റ് പ്രൈസ് 3336 2700 മുതൽ നിങ്ങൾക്ക് ഒരു ബൈയിങ് തുടങ്ങാം. 2700, 2800, 2900, 3000 ബിലോ നിങ്ങൾക്ക് ചെറിയ ചെറിയ തോതിൽ കെയ്ൻസ് ടെക്നോളജി അക്യുമുലേറ്റ് ചെയ്യാം. സോ ഫസ്റ്റ് ഓഫ് ഓൾ പോസിറ്റീവ് ന്യൂസിലേക്ക് കിടക്കാം. കസ്റ്റംസ് ഡ്യൂട്ടി കൺസെഷൻ ആണ് ഗവൺമെൻറ് ആ സെക്ടറിൽ വാഗ്ദാനം ചെയ്യുന്നത്. കസ്റ്റംസ് ഡ്യൂട്ടി കൺസെഷൻസും അതുപോലെ തന്നെ ഇൻസെൻറ്റീവ്സും ഈ ഒരു മേഖലയിലേക്ക്, അതായത് ഇന്ത്യൻ ഇലക്ട്രോണിക് മാനുഫാക്ചറിങ് സർവീസസ് EMS സർവീസസിനും സെമി കണ്ടക്ടർ ഇൻഡസ്ട്രീസിനും ഗവൺമെൻറ് ഒരുപാട് സ്കീംസ് കൊണ്ടുവരാൻ പോകുന്നുണ്ട്. കാരണം ഇന്ത്യൻ്റെ മെയിൻ ആവശ്യമാണ് സെമി കണ്ടക്ടർ ഇൻഡസ്ട്രീസിനെ വേറെ ലെവലിലേക്ക് എത്തിക്കുന്നത് മാത്രം. ഇവിടെ മാനുഫാക്ചറിങ് തുടങ്ങും, ഇവിടുന്ന് എക്സ്പോർട്ടും കൂടി ചെയ്യണമെന്നാണ് ഗവൺമെൻറ് വിചാരിക്കുന്നത്. സോ അതിൽ മുന്നിൽ നിൽക്കുന്ന കമ്പനീസിൽ ഒന്നാണ് കെയ്ൻസ് ടെക്നോളജി. ഇവർക്ക് അതിനൊക്കെ സാധിക്കുള്ളൂ. ഓക്കെ. പിന്നെ അതുപോലെ തന്നെ ഡൊമസ്റ്റിക് ഇലക്ട്രോണിക് കോമ്പോണന്റ് മാനുഫാക്ചറിങ് അഡീഷണൽ സപ്പോർട്ട് കൊടുക്കാൻ ഗവൺമെൻറ് തീരുമാനിച്ചിട്ടുണ്ട്. പിന്നെ ചിപ്പ് ഡിസൈനിങ്, സെമി കണ്ടക്ടർ എക്യുപ്മെൻറ്റ്, റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ്, ഈ മേഖലയിൽ റിസർച്ച് ഡെവലപ്മെൻറ്റിനൊക്കെ ഇൻസെൻറ്റീവ് കൊടുക്കാനും ഗവൺമെൻറ് തീരുമാനിച്ചിട്ടുണ്ട്. സോ ഈ ഒരു സെക്ടറിൽ മാക്സിമം സപ്പോർട്ടാണ് ഗവൺമെൻറ് ഭാഗത്ത് നിന്ന് കൊടുക്കാൻ തീരുമാനിക്കുന്നത്. ഇതാണ് ഈ കമ്പനിയിൽ ഈ ഒരു സെക്ടറിലും ഞാൻ കാണുന്ന മെയിനായിട്ട് പോസിറ്റീവായിട്ട് കാരണം. പിന്നെ ഒരുപാട് പോസിറ്റീവ് ഫാക്ടേഴ്സും റിസൾട്ടൊക്കെ അത്യാവശ്യം ഓക്കെയാണ്. മാർച്ച് ക്വാർട്ടറിൽ കമ്പയർ ടു ലാസ്റ്റ് മാർച്ച് 2020 നോക്കുകയാണെങ്കിൽ സെയിൽസിലൊക്കെ കുറച്ച് 736 കോടി ഉള്ളത് 658 കോടി കുറച്ച് കുറഞ്ഞിട്ടുണ്ട്. പക്ഷെ നെറ്റ് പ്രോഫിറ്റ് 60 കോടി 70 കോടി ആയിട്ട് കൂടിയിട്ടുണ്ട്. നെറ്റ് പ്രോഫിറ്റ് മാർജിനും 10.95 ഉള്ളത് 11.94 ആയിട്ട് കൂടിയിട്ടുണ്ട്. നെറ്റ് മാർജിൻ കൂടി, നെറ്റ് പ്രോഫിറ്റ് കൂടിയിട്ടുണ്ട്. സെയിൽസിൽ ചെറിയ ഡിപ്പ് ഉണ്ട്. അങ്ങനെ മോശമായിട്ടൊന്നും പറയാൻ ഈ സ്റ്റോക്കിനെ പറ്റിയിട്ട് ആക്ച്വലി ഈ സെയിൽസ് പ്രോഫിറ്റ് അവരെ നോക്കുകയാണെങ്കിൽ ഇല്ല വേണമെങ്കിൽ പറയാം. ഫിനാൻഷ്യൽസ് നോക്കുകയാണെങ്കിൽ ഓക്കെയാണ്. പക്ഷേ ഈ സ്റ്റോക്കിൻ്റെ പി റേഷ്യോ കുറച്ച് ഹൈ അല്ല നിൽക്കുന്നത്. ഹൈ പിയിലാണ് സ്റ്റോക്ക് ട്രേഡ് ചെയ്യുന്നത്. സോ ഫസ്റ്റ് പോസിറ്റീവ്സ് തന്നെ പറയാം. ഇൻട്രൻസിക് വാല്യൂ 2761 രൂപ ഇൻട്രൻസിക് വാല്യൂ ഉണ്ട്. സ്റ്റോക്ക് ട്രേഡ് 3334 116% EPS ഗ്രോത്ത്, ഏർണിംഗ് പെർ ഷെയർ ഗ്രോത്ത് തന്നെ 38 ആണ് അതിൻ്റെ EPS. ഡെപ്റ്റ് ഇക്വിറ്റി 0.09 ഉള്ളൂ. ഡെപ്റ്റ് നല്ല രീതിയിൽ കുറച്ച് കൊണ്ടുവന്നിട്ടുണ്ട്.
പ്രൊമോട്ടേഴ്സ് ഒരു ഷെയറും പ്ലഡ്ജ് ചെയ്തില്ല. പക്ഷേ അവരുടെ കയ്യിൽ 57.75% സ്റ്റേക്ക് ഉള്ളത് 53.46 കുറഞ്ഞിട്ടുണ്ട്. എന്നാലും അവർ 50% എബോവ് ഇപ്പോഴും സ്റ്റോക്ക് ഹോൾഡ് ചെയ്യുന്നുണ്ട്. പിന്നെ ഇൻട്രൻസിക് വാല്യൂ പറഞ്ഞു. പിന്നെ ഫേസ് വാല്യൂ 10 ഒരു ഇൻറ്റിഗ്രേറ്റഡ് ഇലക്ട്രോണിക് മാനുഫാക്ചറിങ് കമ്പനിയാണ് കെയ്ൻസ് ടെക്നോളജീസ്. മെയിൻലി ഇന്ത്യയിലെ പ്രധാനപ്പെട്ട എല്ലാ മേഖലയിലും അവർ സപ്പോർട്ട് ഉണ്ട്. കാരണം ഇത് സെമി കണ്ടക്ടർ മേഖലയിലും EMS മേഖല ആയതുകൊണ്ട് തന്നെ ഓട്ടോമോട്ടീവ് ഇൻഡസ്ട്രി, എയറോസ്പേസ്, ഡിഫൻസ്, ഔട്ടർ സ്പേസ്, ന്യൂക്ലിയർ സെക്ടർ, മെഡിക്കൽ, റെയിൽവേ, IoT, ഇന്റർനെറ്റ് ഓഫ് തിങ്സ്, IoT, ഇൻഫോർമേറ്റീവ് ടെക്നോളജി, IT-ലൊക്കെ തന്നെ ഈ കെയ്ൻസ് ടെക്നോളജീസിൻ്റെ പങ്കുണ്ട്. സോ അങ്ങനെ ഇങ്ങനെയൊന്നും ഒഴിവാക്കാൻ പറ്റാവുന്ന സ്റ്റോക്കല്ല കെയ്ൻസ് ടെക്നോളജി. 30-ൽ മേലെ രാജ്യങ്ങളിൽ പ്രസൻസ് ഉള്ള കമ്പനിയാണ്. അവർ എക്സ്പോർട്ട് ചെയ്യുന്നുണ്ട്. സിമൻസ്, ഹിറ്റാച്ചി മുതലുള്ള വലിയ വലിയ കമ്പനീസ് ഇവരെ ക്ലയൻസ് ആണ്. 22 അഡ്വാൻസ്ഡ് മാനുഫാക്ചറിങ് ആൻഡ് ഡിസൈൻ ഫെസിലിറ്റി ഇന്ത്യയിൽ മൊത്തം അക്രോസ് ഇന്ത്യ 3-4 സ്ഥലങ്ങളിലായിട്ട് 22 അഡ്വാൻസ്ഡ് മാനുഫാക്ചറിങ് ഡിസൈൻ ഫെസിലിറ്റീസ് ഉണ്ട്. ബാക്ക്വേർഡ് ഇൻറ്റിഗ്രേഷൻ പ്രകാരം 4700 കാപ്പക്സ് പ്ലാൻസ് ഈ ഒരു മേഖലയിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ കമ്പനി തീരുമാനിച്ചിട്ടുണ്ട്. അതിന് പുറമെ കെയ്ൻസ് ടെക്നോളജീസിൻ്റെ റീസെൻറ്റ് മാനേജ്മെൻറ്റ് കോൾ അത് വളരെ പോസിറ്റീവാണ്. നല്ല കമൻസ് ആണ് പ്രൊമോട്ടേഴ്സ് കൊടുത്തത്. അതിൽ ചെറിയൊരു ഹിൻഡ് കൊടുക്കുന്നുണ്ട്. അവർ സെമി കണ്ടക്ടർ മാനുഫാക്ചറിംഗിലേക്ക് എൻ്റർ ചെയ്യുന്നു. അങ്ങനെ എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ ഈ വേറെ ലെവലിലുള്ള കമ്പനിയായി മാറും. നിങ്ങൾ വളരെ ക്ലോസ് ആയിട്ട് ഈ കമ്പനീനെ വാച്ച് ലിസ്റ്റിൽ വെച്ച് നോക്കിക്കൊണ്ട് നിൽക്കാം. ഈ ഒരു അനൗൺസ്മെൻറ്റ് വന്നു കഴിഞ്ഞാൽ അവർക്ക് എൻ്റർ ചെയ്യാണ്ടിരിക്കാൻ എല്ലാ കപ്പാസിറ്റിയുള്ള കമ്പനിയാണ് കെയ്ൻസ് ടെക്നോളജി. സെമി കണ്ടക്ടർ മാനുഫാക്ചറിങ് ഇവർ കടന്നു കഴിഞ്ഞാൽ ഗവൺമെൻറ്റിൻ്റെ വകയുള്ള സപ്പോർട്ട് ഇതിൽ ഡബിൾ ആയിരിക്കാം. അങ്ങനെ ആണെങ്കിൽ ഈ സ്റ്റോക്ക് വേറെ ലെവലിലേക്ക് പോകും എന്നാണ് ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നത്. പക്ഷേ ഈ ലെവലിൽ ഞാൻ എൻട്രി പറയുന്നില്ല. 3336 ചിലപ്പോൾ ഒരു 2700 വരാൻ സാധ്യതയുണ്ട്. സോ 2700 വരുന്ന കാത്തു നിൽക്കാം. വന്നാൽ മാത്രം നിങ്ങൾ എൻറ്റർ ചെയ്താൽ മതി. കാരണം ഇതിന് നെഗറ്റീവ്സ് ഹൈ ഡെപ്റ്റേഴ്സ് ഡേയ്സ് ആണ്. ഈ ഡെപ്റ്റേഴ്സ് ഡേയ്സ് കൂടി വന്നിട്ട് ഏകദേശം കഴിഞ്ഞ വർഷത്തെക്കാട്ടൊക്കെ എനിക്ക് തോന്നുന്നു 160 ദിവസം 150 ദിവസം ഡെപ്റ്റേഴ്സ് ഡേയ്സ് പോയിട്ടുണ്ട്. ഹൈ പി ആണ്. സ്റ്റോക്കിന് P 61.2 ആണ്. ഇൻഡസ്ട്രി P 33 ഉള്ളൂ. പക്ഷേ ഈ സെക്ടറിൻ്റെ ഇമ്പോർട്ടൻസ് നോക്കുകയാണെങ്കിൽ പക്ഷേ എപ്പോഴും ഒരു ഹൈ പിയിലായിരിക്കും സ്റ്റോക്ക് ട്രേഡ് ചെയ്യുന്നത്. ചില സെക്ടേഴ്സ് അങ്ങനെയാണ്. എന്നാലും അത് കൂടുതലാണ്. സോ ഒരു 45 പിയിലേക്ക് വന്നാൽ ഒരു കണ്ണും പൂട്ടി വാങ്ങാൻ പറ്റിയ സ്റ്റോക്കാണ് കെയ്ൻസ് ടെക്നോളജീസ്. പിന്നെ പ്രൊമോട്ടേഴ്സ് ഞാൻ പറഞ്ഞു. പ്രൊമോട്ടേഴ്സ് ഷെയർ 57.75 53.4 വരെ കുറച്ചിട്ടുണ്ട്. FISഉം DISഉം കുറച്ചിട്ടുണ്ട്. FIS 16.75 15.14 സോറി 8.88 7.28 DIS 16.73 15.14 കുറച്ചിട്ടുമുണ്ട്. പബ്ലിക്കിന് കയ്യിൽ സ്റ്റോക്ക് കൂടിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിലിപ്പോൾ എന്നാൽ പൊട്ടൻഷ്യൽ വരുന്നുണ്ടെന്ന് കണ്ടാൽ വലിയൊരു ഹൈലി ഒരു പൊട്ടൻഷ്യൽ ന്യൂസ് വരുന്നുണ്ടെന്ന് മനസ്സിലായി കഴിഞ്ഞാൽ മാക്സിമം ഈ സ്റ്റോക്കിനെ അടിച്ചു കൊണ്ടുവരാൻ വേണ്ടി ഓപ്പറേറ്റേഴ്സ് നോക്കും. അതും കൂടെ റീറ്റെയിലേഴ്സിന് മുന്നിലുള്ള ഒരു വെല്ലുവിളിയാണ്, നമുക്ക് പറയാൻ പറ്റില്ല. സോ റീറ്റെയിലേഴ്സ് കയ്യിൽ 18% ഉണ്ടായതുകൊണ്ട് അതിന് മാക്സിമം കുറച്ച് 11 12 ആക്കി ആ സ്റ്റോക്കൊക്കെ FISഉം DISഉം കയ്യിൽ വന്നതിന് ശേഷം മാത്രമേ സ്റ്റോക്ക് കയറിപ്പോ. പക്ഷേ സെമി കണ്ടക്ടറിൽ മാനുഫാക്ചറിംഗ് കടന്നു കഴിഞ്ഞാൽ ഈ സ്റ്റോക്ക് വേറെ ലെവലുള്ള കമ്പനി ആയിരിക്കാം. പിന്നെ ഇപ്പോൾ DISന്റെയും FIS ഒക്കെ സ്റ്റേക്ക് കുറച്ചു മതി. ഇവർക്ക് കൂട്ടാൻ സമയമൊന്നും വേണ്ട. അവർ ക്ലോസ് ആയി വാച്ച് FIS അവർ സ്റ്റേക്ക് ഇൻക്രീസ് ചെയ്യുന്നുണ്ടോ, DIS അവർ സ്റ്റേക്ക് ഇൻക്രീസ് ചെയ്യുന്നുണ്ടോ, എടുത്തിയാടുന്ന് വാങ്ങണ്ട. പ്രൊമോട്ടേഴ്സ് അവർ സ്റ്റേക്ക് ഇൻക്രീസ് ചെയ്യും. പ്രൊമോട്ടേഴ്സിന് ഒരു ഗുണം ഷെയറും പ്ലഡ്ജ് ചെയ്തിട്ടൊന്നുമില്ല. അപ്പോൾ പ്രൊമോട്ടേഴ്സ് നല്ല പ്രൊമോട്ടേഴ്സാണ്. പക്ഷേ ഇൻ ബിറ്റ്വീൻ ഇൻസൈഡ് ട്രേഡിംഗ് ന്യൂസ് അതൊന്നും വലിയ ഇങ്ങനെ ഒന്നും തെളിയിക്കാൻ പറ്റിയിട്ടൊന്നുമില്ല. പക്ഷേ ആ ന്യൂസ് വന്നപ്പോൾ ഓൾറെഡി സ്റ്റോക്ക് 7705 എന്ന് പറയുകയാണെങ്കിൽ P റേഷ്യോ ആ സമയത്ത് 120 എന്തോ ഉണ്ടായിരുന്നു. അപ്പോൾ അത് ഡെഫിനറ്റ് ആയിട്ട് പ്രോഫിറ്റ് ബുക്കിംഗ് വരും, ഒരു പാനിക് സെല്ലിംഗ് വരും. അതാണ് വന്നതാണ്. പക്ഷേ ഈ സെക്ടറിൽ ഒരു ഇമ്പോർട്ടൻസ് ഉണ്ട്. ഗവൺമെൻറ് ഈ സെക്ടറിൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട്. EMS സെമി കണ്ടക്ടർ ഇൻഡസ്ട്രിയിൽ. അതിന് പുറമെ ഇവർ സെമി കണ്ടക്ടർ മാനുഫാക്ചറിങ് കടക്കാണെങ്കിൽ ഓക്കെയാണ്. പിന്നെ അല്ലാണ്ട് നോക്കുകയാണെങ്കിൽ ഫേസ് വാല്യൂ 10, ഇൻട്രസ്റ്റിക് വാല്യൂ 2560 ഉണ്ട്. പിന്നെ EPS 32, ഡെപ്റ്റ് ടു ഇക്വിറ്റി 0.09, ഡെപ്റ്റ് ഫ്രീ കമ്പനിയാണ്. മാർച്ച് ക്വാർട്ടർ റിസൾട്ട് ബെറ്റർ ആയിരുന്നു. 67 കോടി ഇക്വിറ്റി ഉള്ളൂ. അതുകൊണ്ട് തന്നെ നമ്മൾ സ്പെക്കുലേറ്റീവ് ആക്ടിവിറ്റീസ് കൂടാൻ വളരെ സാധ്യത കൂടുതലാണ്. പെട്ടെന്ന് അങ്ങോട്ട് ഷെയർ അങ്ങോട്ടും ഇങ്ങോട്ടും ആക്കാൻ സാധിക്കും. സോ ഈ ലെവലിൽ ആക്കിയിട്ട് ഈ പബ്ലിക്കിന് കഴിഞ്ഞ സ്റ്റോക്ക് എടുത്തതിന് ശേഷം മാത്രമേ സ്റ്റോക്ക് കയറിക്കൊണ്ടാൻ സാധ്യതയുള്ളൂ. നെറ്റ് ക്യാഷ് ഫ്ലോ 1 നിന്ന് 21 മാറിയിട്ടുണ്ട്. നെറ്റ് പ്രോഫിറ്റ് മാർജിനും ഇൻക്രീസ് ആയിട്ടുണ്ട്. നെഗറ്റീവ്സ് പറയുകയാണ് ഹൈ ഡെപ്റ്റേഴ്സ് ഡേയ്സ് ആണ്, ഹൈ പി റേഷ്യോ ആണ്. FISഉം DISഉം അവരുടെ സ്റ്റേക്ക് മാർച്ച് ക്വാർട്ടറിൽ ലാസ്റ്റ് മാർച്ച് കുറച്ചിട്ടുണ്ട്. പക്ഷേ പ്രൊമോട്ടേഴ്സ് ലാസ്റ്റ് മാർച്ചിൽ ഒന്നും കുറച്ചിട്ടൊന്നുമില്ല. പക്ഷേ 51.7 ഉണ്ടായത്
ഓട്ടോമാറ്റിക്കലി ഒരു കൊല്ലം കൊണ്ട് 53-54 വരെ കുറച്ചിട്ടുണ്ട്. പക്ഷെ ഇവരൊക്കെ വീണ്ടും കമ്പനിയിൽ എൻട്രി ചെയ്യുന്നുണ്ട്, വീണ്ടും റീ എൻട്രി ചെയ്യുന്നുണ്ടോ എന്നുള്ളത് കാര്യം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. പക്ഷേ കെയ്ൻസ് ടെക്നോളജി ലിമിറ്റഡ് വൺ ഓഫ് ദ ബെസ്റ്റ് കമ്പനീസ് ഇൻ ഇന്ത്യ റിലേറ്റഡ് സെമി കണ്ടക്ടർ. സെമി കണ്ടക്ടറിൽ ഇപ്പോഴുള്ള നിലവിലുള്ള എല്ലാ കമ്പനീസും മാനുഫാക്ചേഴ്സ് അല്ല, അവർ വേറെ ഡിസൈനിലും അങ്ങനെയൊക്കെയാണ് പല കമ്പനീസ് ഉള്ളത്. മാനുഫാക്ചറിങ് കടക്കുന്ന ചെറിയ ന്യൂസ് ഉണ്ട്, അതിന് പുറത്താണ് വീഡിയോ ഇട്ടത്. സോ ക്ലോസ് ആയി വാച്ച് ചെയ്യുക. 2700 മുതൽ നിങ്ങൾക്ക് ബൈ ചെയ്യാൻ തുടങ്ങാം. ഈ ന്യൂസൊക്കെ വന്നു കഴിഞ്ഞാൽ വീണ്ടും അത് ഇയർ ഹൈയിലേക്ക് പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. നെറ്റ് പ്രോഫിറ്റിലൊക്കെ വളരെ മാറ്റം വരും. സോ കെയ്ൻസ് ടെക്നോളജി ഇന്ത്യ ലിമിറ്റഡ് സെമി കണ്ടക്ടർ കമ്പനി ഭാവിയിൽ മാനുഫാക്ചർ ചെയ്യാൻ എൻട്രി ചെയ്യാൻ കപ്പാസിറ്റി ഉള്ള ഒരു കമ്പനിയാണ് കെയ്ൻസ് ടെക്നോളജി. സോ നിങ്ങൾ റഡാറിൽ വെക്കാം. സോ ആസ് യൂഷ്വൽ ഞാനൊരു സിബി രജിസ്റ്റേർഡ് അനലിസ്റ്റ് അല്ല, ഇത് എൻ്റെ ഒരു കാഴ്ചപ്പാട് മാത്രമാണ്. സോ നിങ്ങളുടെ അഡ്വൈസ് ചോദിച്ച് മനസ്സിലാക്കിയിട്ട് മാത്രം സ്റ്റോക്കിൽ ഇൻവെസ്റ്റ് ചെയ്യുക. എൻട്രി പോയിന്റും വളരെ ശ്രദ്ധിക്കുക, ചാടിക്കറി വാങ്ങാണ്ട് സ്ലോലി അക്കൗണ്ട് ചെയ്ത് വെക്കുക. ഈ പെർട്ടിക്കുലർ കമ്പനീൻ്റെ വളരെ ക്ലോസ് ആയി നോക്കുക, അവരുടെ ഡെവലപ്മെൻറ്റ്സ് വളരെ ക്ലോസ് ആയിട്ട് വാച്ച് ചെയ്ത് മാത്രം സ്റ്റോക്കിൽ എൻട്രി ചെയ്യുക. പുതുതായിട്ട് ചാനൽ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, മാക്സിമം എൻ്റെ വീഡിയോസ് ഫ്രണ്ട്സ് റിലേറ്റീവ്സിന് അയച്ചു കൊടുക്കുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. താങ്ക് യു വെരി മച്ച് ഫോർ ഓൾ യർ പേഷ്യൻറ്റ് ലിസണിങ്. താങ്ക് യു.